കാട്ടാനശല്യം കൊണ്ട് പൊറുതിമുട്ടിയ പാലുകാച്ചി നിവാസികൾ കൊട്ടിയൂർ പഞ്ചായത്തിലേക്കും കണ്ടപ്പനം ഫോറസ്റ്റ് ഓഫീസിലേക്കും മാർച്ചും ധർണയും നടത്തി. ഒരു മാസക്കാലമായി കൊട്ടിയൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിൽപ്പെടുന്ന പാലുകാച്ചി മലയിൽ നിരന്തരം കാട്ടാന ആക്രമണം നേരിടുകയാണ് പ്രദേശവാസികൾ. പ്രദേശത്തെ നിരവധി ആളുകളുടെ വാഴ, കശുമാവ്, കുരുമുളക്, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ വിളകൾ കാട്ടാന നശിപ്പിച്ചു. കുടിവെള്ളത്തിനായി ഇട്ടിരുന്ന പൈപ്പുകളെല്ലാം കാട്ടാനക്കൂട്ടം ചവിട്ടി നശിപ്പിച്ചു. പലരുടെയും വീട്ടുമുറ്റത്ത് രാത്രികാലങ്ങളിൽ കാട്ടാന നിലയുറപ്പിച്ചു. ജീവിക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാതായതോടെയാണ് പ്രദേശത്തെ സ്ത്രീജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആന വീടിന്റെ മുറ്റം വരെയും വന്നിട്ട് 2 വാച്ചർമാരെ പറഞ്ഞു വിട്ടിട്ട് 2 പടക്കം പൊട്ടിച്ച് ഇവര് ഓടിച്ചു വിട്ടിട്ട് ഇനി ഇവര് പോകാൻ നോക്കണ്ട. ഇവരുടെ വണ്ടി ഞാൻ തടയും, ഇറങ്ങാൻ ആളില്ലെങ്കിൽ. വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ഫോറസ്റ്റിന്റെ അരികിലാണ് പൈപ്പ് ഇട്ടേക്കുന്നത്. ആര് കൊണ്ടുത്തരും? ഈ സർക്കാർ കൊണ്ടുത്തരുന്നുണ്ടോ? മാസം 1 ആയല്ലോ ഇതേപോലെ തുടങ്ങിയിട്ട്. 2 വാച്ചർമാർ വന്നിട്ട് പറയും ഞങ്ങൾ ഇവിടെ ഉണ്ട് ചേച്ചി, നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ കിടന്നുറങ്ങിക്കോന്ന്. അതാണ് അതിന്റെ ന്യായം. എങ്ങനെ കിടന്നുറങ്ങും? നേരം വെളുക്കുന്നവരെ നമ്മൾ എത്ര ദിവസം ഉറക്കമൊഴിച്ചിരിക്കണം? ഈ കറണ്ട് ബില്ല് കൂടിയാൽ അടയ്ക്കാൻ സർക്കാർ തരുന്നുണ്ടോ? തരുന്നുണ്ടോ 10 പൈസ? ഞങ്ങൾ അങ്ങോട്ടാ പോകേണ്ടത്. കൊട്ടിയൂർ പഞ്ചായത്തിലേക്ക് മാർച്ചായി എത്തിയ സമരക്കാർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പടാകത്തിന് നിവേദനം നൽകി. കാട്ടാന ആക്രമണം തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കുക, വൈദ്യുതി തൂക്കുവേലി സ്ഥാപിക്കുക, പ്രദേശത്തെ തകരാറിലായ വൈദ്യുതി വിളക്കുകൾ പുനഃസ്ഥാപിക്കുക, കാട്ടാന ആക്രമണത്തിനുണ്ടായ കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം നൽകിയത്. കണ്ടപ്പനത്തെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാർഡ് മെമ്പർ ഉഷ അശോക് കുമാർ സംസാരിച്ചു. 2-3 വാർഡിൽപ്പെട്ട കുറേ അധികം ആളുകൾ, അതായത് 2 മാസത്തിലധികമായിട്ട് ഈ കാട്ടാനയുടെ ഭീഷണിയാണ്. അവിടെ ഇവരുടെ കൃഷിയിടങ്ങളെല്ലാം നശിപ്പിച്ചു. അതുപോലെ തന്നെ അവിടെ നട്ട വാഴകള്, തൊഴിലുറപ്പിൽ നട്ട മഞ്ഞള്, ഇഞ്ചി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ ദിവസങ്ങളോളം അവിടെ ഇത് വനം വകുപ്പിന്റെ ശ്രദ്ധയിൽ ഒരുപാട് പ്രാവശ്യം പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷെ ഈ വനം വകുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് 2-3 വാച്ചർമാരെ ഇങ്ങോട്ട് വിടും. അവര് രാവിലെ വന്ന് ജീവൻ പണയം വെച്ചിട്ടാണ് അവര് വരുന്നത്. പക്ഷെങ്കിൽ വന്നിട്ട് അവര് രാവിലെ ആകുമ്പോൾ പോകും, രാത്രി വരും, രാവിലെ ആകുമ്പോൾ പോകും. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ 1972 നിയമം ഭേദഗതി ചെയ്യുക എന്നുള്ള ഒരൊറ്റ അഭ്യർത്ഥനയാണ് നമുക്കുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2 ഷെഡ്യൂളുള്ള നിയമം 4 ഷെഡ്യൂളാക്കി. എന്ന് പറഞ്ഞാൽ 4-ാം ഷെഡ്യൂളിൽ കിടന്ന കൊരങ്ങനെ അടക്കം 1-ാം ഷെഡ്യൂളിലേക്ക് വരുത്തിയിട്ട് നിയമം ഒന്നും കൂടി കുറച്ചും കൂടി ബലപ്പെടുക ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെയുള്ള കള്ളക്കേസുകളും മറ്റു കേസുകളും എല്ലാം ഇപ്പം വല്ലാണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ജീവിക്കാൻ ആ സ്ഥലത്ത് ഭയങ്കര പ്രയാസമാണ്. ഇപ്പം ഈ 3-ാം വാർഡ് മുഴുവനായിട്ടും എത്രയോ ദിവസങ്ങളായിട്ട് ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഫോറസ്റ്റ് ഓഫീസിൽ വന്നിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം, വിദേശ രാജ്യങ്ങളിലെല്ലാം ഈ മൃഗങ്ങളെ ഒരു പെരുകുന്നതിനനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് നമ്മൾ അതിനെ കൊല്ലുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ രാജ്യത്ത് ഈ നിയമം ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് അതിനുള്ള യാതൊരു ഇതുമില്ല. ആ നിയമം എത്രയും പെട്ടെന്ന് ഭേദഗതി ചെയ്യണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സംഭവം ഉന്നയിച്ച് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ CK മഹേഷിന് പ്രദേശവാസികൾ നിവേദനം കൈമാറി. 2 ദിവസത്തിനുള്ളിൽ തന്നെ കാട്ടാനയെ വനത്തിലേക്ക് തുരത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നും 2 കിലോമീറ്റർ പ്രദേശത്ത് വൈദ്യുതി തൂക്കുവേലി സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഫോറസ്റ്റ് ഓഫീസർ സമരക്കാർക്ക് ഉറപ്പു നൽകി. ഹൈവിഷൻ ന്യൂസ്, കേളകം.